ഹേ ഗൈസ് നൈറ്റ് ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് കറങ്ങാൻ പോകാന്ന് വിചാരിച്ചു. എന്താ വെച്ചാലേ അന്ന് നമ്മൾ വയനാട്ട് പോണ വീട് കണ്ടിട്ട് ചെക്കന്മാർക്കൊക്കെ ഒരു പരാതി പലയായിട്ട് കൊണ്ടുപോയില്ലാന്ന്. അങ്ങനെ ഇവനാണ് പ്ലാൻ ഇറക്കി. ഇനി പോകാൻ വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ചെക്കൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. എന്താ ചെയ്യാൻ നമുക്കുള്ള ഒരു ചെങ്ങൈമാരെ ഞാൻ പറഞ്ഞ എങ്ങനെയെങ്കിലും ടൗണിൽ അങ്ങനെ കറങ്ങാൻ പോകുന്നത്. പിന്നെ ഐസൈഡ് പ്ലാനായിട്ട് മാറ്റി. അങ്ങനെ പിന്നെ ടൗൺ ട്രിപ്പ് മാറ്റിയിട്ട് നമ്മൾ നേരെ ഏതായാലും ചുരത്തുമലൊക്കെ പോകാന്ന് വിചാരിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ട് അവിടെ കാര്യമായിട്ട് അവിടെ പാട്ടാടുന്നത്. നമ്മളവിടെ നോക്കി നിന്നിട്ട് മെല്ലെ പിന്നെ യാത്ര തുടങ്ങി. ഇവരെ 6 മണിക്ക് മുന്നേ വരെ കയറുന്ന ചെക്കൻ എപ്പം 12 മണി ആയിട്ട് സന്തോഷപ്പാകാണ്. ചുരത്തുമലാണ് അലാക്കിന്റെ തണുപ്പ്. ഇവന് ആ തണുപ്പിലാണ് അറിയില്ല. ചെക്കൻ നന്നായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് മേത്തിലെത്തിയപ്പോ പിന്നെ ചുരത്തിന്റെ അവിടെ കുറച്ചു നേരം നിക്കാന്ന് വിചാരിച്ച് അവിടെ നിർത്തി. ചുരത്തുമലാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വയനാട്ടിലെത്തിയ പിന്നെ നമ്മൾ ആദ്യം ചെയ്യണ പരിപാടി ചായ വലന്ന് ഓരോ ചായയും കുടിച്ച് വയനാട് ഏതോ പീഡിന്റെ ഇപ്പൊ അതൊക്കെ ഉണ്ടാവണേ. ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം എനിക്ക് കാണിച്ചു തരാം. എന്താ കാണിച്ച് എന്നിട്ടേ അങ്ങനെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ലോകലായപ്പോ ചായ എത്തി. നിങ്ങളെ കമ്പനിക്കാരൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും കമന്റ് ബോക്സ് മനസ്സിലടിച്ചാളി. ചെക്കനോട് ചായ അടിച്ചിട്ട് ആക്സിഡന്റ് പറഞ്ഞു. എമ്മ അഭിനയ ചെക്കൻ ഇത് പിന്നെ കൈവല്ല ടൊക്കെ നാച്ചുറൽ ആക്ടിങ് ആ. എന്താല്ലേ റിവ്യൂ പറയാൻ ഞാൻ ടോപ്പാ. ചെക്കന് പ്രായം 25 പെരേന്ന് എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. പിന്നെന്ത് സ്ഥിരം പരിപാടി ആടുള്ള ബെന്നെടുക്കുക. അങ്ങനെ ചായ ഇവിടെ എത്താൻ തന്നെ ഞാൻ അടുത്ത പരിപാടി ഇടയിൽ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഷോപ്പ് കയറി ആടുന്നാട് നൈസായിട്ട് മൂഞ്ചി. അതിൽ ചെക്കൻ എന്തൊരു വിളിച്ചണോ നിങ്ങൾ കാണുന്ന ചെക്കനാണ് മാനസികമായിട്ട് തളർത്തുന്നത്. കണ്ടില്ല ചെക്കനാടുന്ന് വീഡിയോ എടുത്താണ്ടായി കിട്ടിയ പുലിവ പെങ്ങളാ കണ്ട്. അങ്ങനെ കുറെ നേരം തപ്പലിനെ നമ്മളൊരു ഹോട്ടലിൽ എങ്ങനെയൊക്കെ കണ്ടിടിച്ചു. ആടാണ് നല്ല പൊറോട്ട, നല്ല കിടിലം പൊറോട്ട പറയുകയാണെങ്കിൽ.